ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ചാണ്. ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ ഹാർട്ട് എന്നറിയപ്പെടുന്ന ഭാഗമാണ് പമ്പ്. ഒരു പമ്പിനകത്ത് മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. പമ്പിനകത്ത് മെക്കാനിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു പ്രൈം മൂവർ അത്യാവശ്യമാണ്. നോർമലി ഇലക്ട്രിക്കൽ മോട്ടോഴ്സാണ് നമ്മൾ പ്രൈം മൂവേഴ്സായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇലക്ട്രിക്കൽ മോട്ടോർ റൺ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുകയും പമ്പിനകത്ത് വെച്ച് ഈ ഒരു മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു. പ്രധാനമായും വാട്ടർ പ്രഷർ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പമ്പിൻ്റെ ഫങ്ഷൻ. ഇറിഗേഷൻ പർപ്പസ്, ഓട്ടോമൊബൈൽ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം, ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് വാട്ടറിനെ പമ്പ് ചെയ്യുക, അങ്ങനെ പല ഫങ്ഷൻസിന് വേണ്ടി നമ്മൾ പമ്പുകൾ ഉപയോഗിക്കാറുണ്ട്. പമ്പിനെ പ്രധാനമായും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും, രണ്ട് ഡൈനാമിക് ഓർ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പും. ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിനകത്തുണ്ടാവുന്ന ഷാഫ്റ്റിൻ്റെ ഈച്ച് റെവല്യൂഷനകത്തും ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെ ഡിസ്ചാർജ് ചെയ്യും. അത്തരം പമ്പുകളെയാണ് നമ്മൾ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഗിയർ പമ്പ്, ലോബ് പമ്പ്, വെയിൻ പമ്പ് തുടങ്ങിയവ. ഒരു ഡൈനാമിക് അല്ലെങ്കിൽ നോൺ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പിന് എക്സാമ്പിളാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എങ്ങനെയാണുള്ളത്. റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് പ്രധാനമായും രണ്ട് ടൈപ്പ് പമ്പുകളാണുള്ളത്. ഒന്ന് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും, രണ്ട് ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും. ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ലൈൻ സ്കെച്ചാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് മെക്കാനിക്കൽ എനർജിയെ ഹൈഡ്രോളിക് എനർജിയാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ആ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്തുള്ള പിസ്റ്റൻ്റെയും സിലിണ്ടറിനകത്തുണ്ടാവുന്ന പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ഫലമായിട്ടാണ് മെക്കാനിക്കൽ എനർജി ഹൈഡ്രോളിക് എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പ്രധാനമായും പിസ്റ്റൺ കണക്റ്റഡ് വിത്ത് പിസ്റ്റൺ റോഡ്, അതുപോലെ തന്നെ ക്രാങ്ക്, കണക്റ്റിംഗ് റോഡ് തുടങ്ങിയവയാണ് ഇതിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് ഡീറ്റെയിൽഡ് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കമ്പോണൻസ്. ഒന്ന് വരുന്നത് സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ, ദെൻ പിസ്റ്റൺ റോഡ് ആൻഡ് കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, സക്ഷൻ ആൻഡ് ഡെലിവറി പൈപ്സ് വിത്ത് വാൾവ്സ്. ഓക്കെ, ഇതാണ് ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കാം വർക്കിംഗ് എങ്ങനെയാണെന്ന്. ഒരു സിലിണ്ടറിനകത്ത് പിസ്റ്റൺ വിത്ത് പിസ്റ്റൺ റോഡ്, ദെൻ ഒരു കണക്റ്റിംഗ് റോഡ്, അത് കഴിഞ്ഞാൽ കണക്റ്റിംഗ് റോഡ് നേരെ ക്രാങ്കുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് കറസ്പോണ്ടിങ് ഭാഗം. ദെൻ ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ടായിരിക്കും, അതുവഴി ഫ്രഷ് വാട്ടർ പമ്പിനകത്തേക്ക് വരുന്നു. ഡിസ്ചാർജ് പൈപ്പ് വഴിയായിരിക്കും പ്രഷറൈസ് ചെയ്തിട്ടുള്ള ലിക്വിഡ് പുറത്തേക്ക് വരുന്നത്. അടിഭാഗത്ത് നമുക്ക് ഒരു വാട്ടർ സപ്ലൈ കൊടുക്കാം. ദെൻ സക്ഷൻ വാൾവ് അല്ലെങ്കിൽ ഇൻലെറ്റ് വാൾവ്, അതുപോലെ തന്നെ ഒരു ഡെലിവറി വാൾവ്. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായി കണക്റ്റിംഗ് റോഡിൽ നിന്ന് പവർ നേരെ പിസ്റ്റണിലേക്ക് പാസ് ചെയ്യുകയും പിസ്റ്റൺ സിലിണ്ടറിനകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു IC എഞ്ചിനകത്ത് നടക്കുന്ന പ്രോസസ്സിന് നേരെ വൈസ് വേഴ്സാണ് ഒരു പമ്പിനകത്ത് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത്. ക്രാങ്ക് അതിൻ്റെ 180 ഡിഗ്രി റൊട്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ ടുവേർഡ്സ് ബാക്ക്വേർഡ് മൂവ് ചെയ്യുകയും ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും അതുവഴി വാട്ടർ നേരെ സിലിണ്ടറിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. പിസ്റ്റൺ ബാക്കിലേക്ക് മൂവ് ചെയ്യുമ്പോൾ സിലിണ്ടറിനകത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യും, ഒരു സിറിഞ്ചിനകത്ത് നടക്കുന്ന പ്രോസസ്സ് പോലെ. അതിന് ആ വാക്വത്തിൻ്റെ ഫലമായിട്ടാണ് വാട്ടർ സക്ഷൻ പൈപ്പ് വഴി സിലിണ്ടറിനകത്തേക്ക് എത്തുന്നത്. ദെൻ ക്രാങ്ക് അതിൻ്റെ നെക്സ്റ്റ് 180 ഡിഗ്രി റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ ടുവേർഡ്സ് ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയും ആ സമയം ഇൻലെറ്റ് വാൾവ് അവിടെ ക്ലോസ് ആവുകയും ഡെലിവറി വാൾവ് ഓപ്പൺ ആവുകയും ചെയ്യും.
സോ ഹൈ പ്രഷറിലുള്ള ലിക്വിഡ് നേരെ ഡെലിവറി വാൾവ് വഴി ഡെലിവറി പൈപ്പിലൂടെ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ വർക്കിംഗ് കണ്ടു. നമുക്കതിൻ്റെ ഒരു ഡിസ്ചാർജ് കർവ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ചാർജ് കർവിനകത്ത് ഈ ഒരു ഡിസ്ചാർജ് കർവ് ഇവിടെ അടിഭാഗത്ത് ബോട്ടം കോർണറിലായിട്ട് കാണാൻ പറ്റും. സക്ഷൻ സൈഡിൽ നമുക്ക് എന്തുണ്ടായിരിക്കില്ല, ക്രാങ്ക് റൊട്ടേഷൻ്റെ കേസിനകത്ത് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടായിരിക്കില്ല. കാരണം സക്ഷൻ സമയത്ത് എന്ത് ചെയ്യണം, പിസ്റ്റൺ ടുവേർഡ്സ് ബാക്കിലേക്ക് മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് നമുക്ക് ഡിസ്ചാർജ് ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ പിസ്റ്റൻ്റെ ഫോർവേഡ് മൂവ്മെൻറ്റിനകത്ത്, അതായത് 180 മുതൽ 360 വരെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റിനകത്തായിരിക്കും നമുക്ക് ഡിസ്ചാർജ് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കൊരു DC കറണ്ടിൻ്റെ ഔട്ട്പുട്ട് പോലെയായിരിക്കും നമുക്ക് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കുക. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിരിക്കില്ല, ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോർമലി ലഭിക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ഔട്ട്പുട്ട് ആയിരിക്കും. കാരണം സക്ഷൻ സമയത്ത് നമുക്ക് എന്തുണ്ടായിരിക്കില്ല, ഔട്ട്പുട്ട് ഉണ്ടായിരിക്കില്ല. പിസ്റ്റൻ്റെ ഫോർവേഡ് മൂവ്മെൻറ്റിനകത്ത് മാത്രമേ നമുക്കിവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത്. ഓക്കെ, ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ ഫിഗറിനകത്ത് ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ, അതായത് പിസ്റ്റൺ എൻഡിനകത്തും റോഡ് എൻഡിനകത്തും നമ്മൾ ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് 2 സെക്ഷൻ പൈപ്പുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ സെക്ഷൻ പൈപ്പ്, ഇവിടെ സെക്ഷൻ പൈപ്പ്, ഇവിടെയും ഡെലിവറി പൈപ്പ്, ഇവിടെയും ഒരു ഡെലിവറി പൈപ്പ്, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്ക് പിസ്റ്റൻ്റെ ഫോർവേഡ് മൂവ്മെൻറ്റിനകത്തും പിസ്റ്റൻ്റെ റിവേഴ്സ് മൂവ്മെൻറ്റിനകത്തും നമുക്കൊരു ഡിസ്ചാർജ് ഒബ്റ്റെയിൻ ചെയ്യും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് പാർട്സ് സിംഗിൾ ആക്ടിങ്ങിൻ്റെ പോലെ തന്നെയാണ്. സിലിണ്ടർ, പിസ്റ്റൺ റോഡ്, പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക്, ദെൻ ഇൻലെറ്റ് പൈപ്പ് 2 എൻഡിലേക്കും നമ്മൾ കൊടുക്കുന്നു. സിമിലർലി ഡെലിവറി പൈപ്പും നമ്മൾ ഇതേപോലെ തന്നെ 2 എൻഡിലും ഡെലിവറി പൈപ്പ് കൊടുക്കുന്നു. ഓക്കെ, 2 ഡിസ്ചാർജ് പൈപ്പും 2 ഇൻലെറ്റ് പൈപ്പും. അടിഭാഗത്ത് നമുക്ക് വാട്ടർ സപ്ലൈ കൊടുക്കാം. 2 സക്ഷൻ വാൾവുകൾ, അതുപോലെ തന്നെ നമുക്ക് 2 ഡെലിവറി വാൾവുകൾ. ഓക്കെ, ഇതാണ് ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് എന്ന് പറയുന്നത്. ദെൻ ക്രാങ്ക് അതിൻ്റെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ റിവേഴ്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുകയും ഇൻലെറ്റ് വാൾവ്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും അവിടെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. അത് വാക്വത്തിൻ്റെ ഫലമായി ഇൻലെറ്റ് വാൾവ് വഴി വാട്ടർ നേരെ സിലിണ്ടറിനകത്ത് നിറയുകയും ദെൻ പിസ്റ്റൻ്റെ ഫോർവേഡ് മൂവ്മെൻറ്റിനകത്ത്, കാരണം ഈ സമയത്ത് എന്ത് ചെയ്യണേ, ഓപ്പോസിറ്റ് സൈഡിലെ പിസ്റ്റൻ്റെ ബാക്ക് സൈഡിനകത്തുള്ള ഡെലിവറി വാൾവ് ഓപ്പൺഡ് കണ്ടീഷനിലായിരിക്കും. സോ ഇനീഷ്യലി റൈറ്റ് സൈഡിൽ സക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന വാട്ടർ ഉണ്ടെങ്കിൽ അത് നേരെ എന്ത് ചെയ്യും, റോഡ് എൻഡിലുള്ള ഡെലിവറി വാൾവ് വഴി പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം നമുക്ക് എന്തുണ്ടായിരിക്കും, സെക്ഷനും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിസ്ചാർജും ഉണ്ടായിരിക്കും. ദെൻ പിസ്റ്റൺ ഫോർവേഡ് ഡിറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റൺ എൻഡിൽ കളക്ട് ചെയ്തിരിക്കുന്ന വാട്ടറിനെ നേരെ ലെഫ്റ്റ് സൈഡിലുള്ള ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ചെയ്ത് നേരെ ഡെലിവറി വാൾവ് വഴി പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ഇതേ സമയം തന്നെ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൻ്റെ റൈറ്റ് സൈഡിൽ, അതായത് റോഡ് എൻഡിനകത്തുള്ള ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും അതുവഴി ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ റോഡ് എൻഡിനകത്ത് ഫില്ലാവുകയും ചെയ്യുന്നു. ഓക്കെ, അതായത് ഒരേ സമയത്ത് സക്ഷനും നടക്കുന്നു, അതുപോലെ തന്നെ ഡിസ്ചാർജും നടക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കർവ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം സക്ഷൻ സ്ട്രോക്കിനകത്തും ഡെലിവറി സ്ട്രോക്കിനകത്തും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ ശരിക്കും ഒരു പ്രാക്ടിക്കൽ കേസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് സക്ഷൻ സൈഡിനകത്ത് കിട്ടുന്ന കർവിൻ്റെ ഹൈറ്റ് കൂടുതലും ഡെലിവറി മൂവ്മെൻറ്റിനകത്തുണ്ടാവുന്ന കർവിൻ്റെ ഹൈറ്റ് കുറവുമായിരിക്കും. കാരണം നമുക്ക് നോക്കാം, പിസ്റ്റൺ എൻഡിനകത്ത് സിലിണ്ടർ വോളിയം കൂടുതലായിരിക്കും. കാരണം എന്താണ്, അവിടെ ഒരു റോഡിൻ്റെ ഡയമീറ്റർ പോർഷൻ കുറവായിരിക്കും.
പക്ഷേ റോഡ് എൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, സിലിണ്ടറിനകത്ത് ഒരു റോഡ് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഈ ഭാഗത്ത് ഒരു പിസ്റ്റൺ റോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ ഭാഗത്തെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഈ റോഡിൻ്റെ ഏരിയ നമ്മൾ മൈനസ് ചെയ്യണം. പക്ഷേ പിസ്റ്റൺ എൻഡിലാണെങ്കിൽ ഇവിടെ എന്താണ്, നമുക്ക് ഏരിയ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പൈപ്പ് വഴി കിട്ടുന്ന ഡിസ്ചാർജ് നമുക്ക് എന്തായിരിക്കും, ഈ പൈപ്പിൽ നിന്ന് കൂടെ കിട്ടുന്ന ഡിസ്ചാർജിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ കേസിനകത്ത് നോക്കുമ്പോൾ ഈ ഗ്രാഫിൻ്റെ ഹൈറ്റിനകത്ത് ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. അതായത് നോർമലി ഉണ്ടാവുന്ന സെക്ഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കിട്ടുന്ന ഔട്ട്പുട്ട് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും അതിൻ്റെ ആക്ച്വൽ കേസ് ഉണ്ടായിരിക്കുക. ഓക്കെ, പക്ഷേ നമുക്ക് എന്നാലും ഫ്ലക്ച്വേഷൻ ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിൽ ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും ഡബിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു പ്രധാനപ്പെട്ട 1-2 ടേംസ് നോക്കാം. എന്താണ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്, അതുപോലെ തന്നെ സ്ലിപ്പ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നോർമലി നമുക്ക് ലഭിക്കുന്ന ആക്ച്വൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തിയററ്റിക്കൽ ഡിസ്ചാർജ് ഉണ്ടായിരിക്കും. ബൈ കാൽക്കുലേഷൻ നമുക്ക് ലഭിക്കുന്ന തിയററ്റിക്കൽ ഡിസ്ചാർജ്. ഈ ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യോവിനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. കാരണം ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും. അത് ഒന്നെങ്കിൽ വാൾവിലൂടെ ഉണ്ടാകുന്ന ലീക്കേജ് മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ മൂലമായിരിക്കാം, അത് അല്ലെങ്കിൽ തന്നെ പാർഷ്യൽ ഫില്ലിംഗ് ഓഫ് സിലിണ്ടർ ബൈ ലിക്വിഡ്. ഇങ്ങനെ പല റീസൺ മൂലം നമുക്ക് ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ഒരു ടേമാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. സ്ലിപ്പ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. തിയററ്റിക്കൽ ഡിസ്ചാർജും ആക്ച്വൽ ഡിസ്ചാർജും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. കാരണം പല ലോസുകൾ കാരണം നമുക്ക് കൊടുക്കുന്ന പവർ അതേപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഉണ്ടാവില്ല. സോ മാത്തമാറ്റിക്കലി നമുക്ക് പറയാം സ്ലിപ്പ് ഈക്വൽ ടു ക്യൂ തിയററ്റിക്കൽ മൈനസ് ക്യൂ ആക്ച്വൽ. ഇനി അല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് പറയാം. പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ക്യൂ തിയററ്റിക്കൽ മൈനസ് ക്യൂ ആക്ച്വൽ ഡിവൈഡ് ബൈ ക്യൂ തിയററ്റിക്കൽ ഇൻറ്റു 100 എന്നുള്ള രീതിയിൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് സ്ലിപ്പും കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എയർ വെസൽസ് എന്ന് പറയുന്നത്. എന്താണ് എയർ വെസലിൻ്റെ ഫങ്ഷൻ? എയർ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കാസ്റ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ചാമ്പറാണ്. ഇതിനകത്ത് കംപ്രസ്ഡ് എയർ ഉണ്ടായിരിക്കും. ഓക്കെ, നോർമലി കംപ്രസ്ഡ് എയർ ആയിരിക്കും എയർ വെസലിനകത്ത് നിറച്ചിട്ടുണ്ടായിരിക്കുക. ഒരു എയർ വെസലിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആയെന്ന് പറഞ്ഞു. ആ ഒരു ഫ്ലക്ച്വേഷൻ ഒഴിവാക്കിക്കൊണ്ട് സ്മൂത്തായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് നമ്മൾ എയർ വെസൽസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പ് റണ്ണ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പവർ അത് സേവ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ എന്നിവ കേൾക്കുന്നുണ്ടായിരിക്കും. ഫ്രിക്ഷൻ മൂലം കുറേ ലോസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് പവർ സേവ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടി ഒരു എയർ വെസൽസിന് വരുന്നുണ്ട്. ദെൻ പമ്പിനെ ഹൈ സ്പീഡിൽ ഒരു ഡാമേജും കൂടാതെ ഡേഞ്ചർ കണ്ടീഷനിലേക്ക് വരാതെ റൺ ചെയ്യിക്കുക എന്നുള്ളതും ഒരു എയർ വെസലിൻ്റെ ഫങ്ഷനാണ്. ഇങ്ങനെ പ്രധാനമായും 3 ഫങ്ഷൻസാണ് എയർ വെസൽസിന് ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു എയർ വെസൽസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം പിസ്റ്റൻ്റെ സക്ഷൻ സ്ട്രോക്കിനകത്തും ഡെലിവറി സ്ട്രോക്കിനകത്തും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. സക്ഷൻ സ്ട്രോക്കിനകത്ത് ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും ഇൻലെറ്റ് വാൾവ് വഴി നേരെ എയർ നേരെ സിലിണ്ടർ ഹെഡിനകത്തേക്ക് കയറും പിസ്റ്റൻ്റെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റിനകത്ത്. അങ്ങനെ ബാക്ക്വേർഡ് മൂവ്മെൻറ്റിനകത്ത് മാക്സിമം ഫ്ലൂയിഡിനെ സിലിണ്ടറിനകത്തേക്ക് സക്ക് ചെയ്യുകയും എക്സസ് ആയി വരുന്ന ഫ്ലൂയിഡിനെ നേരെ ഈ ഒരു ചേമ്പറിനകത്ത് കളക്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്യും.
ഈ ചേമ്പറിനകത്ത് കളക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആൾറെഡി എയർ ഉണ്ടായിരിക്കും, കംപ്രസ്ഡ് എയർ ഉണ്ടായിരിക്കും. ഈ എയറിൻ്റെ പ്രഷറിനേക്കാൾ കൂടുതൽ ലിക്വിഡ് പ്രഷർ വരുമ്പോൾ ഇതിനകത്തേക്ക് ലിക്വിഡ് തള്ളി കയറുകയും എയറിനെ അവിടെ കംപ്രസ് ചെയ്യുകയും ചെയ്യും. ദെൻ പിസ്റ്റൻ്റെ ഫോർവേഡ് മൂവ്മെൻറ്റിനകത്ത് ലിക്വിഡിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യുകയും ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത ലിക്വിഡ് നേരെ ഡെലിവറി വാൾവ് വഴി നേരെ ഡെലിവറി പൈപ്പ് വഴി ഡിസ്ചാർജ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇതുവഴി ഉണ്ടാവുന്ന എക്സസ് ആയിട്ട് വരുന്ന വാട്ടർ നേരെ എയർ വെസലിനകത്ത് കയറുകയും ഇതിനകത്തുണ്ടാവുന്ന എയറിനെ കംപ്രസ് ചെയ്തുകൊണ്ട് അതിനകത്ത് നിറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ എയർ വെസലിനകത്ത് നിറഞ്ഞിട്ടുള്ള വാട്ടർ പാർട്ടിക്കിൾസ് പിസ്റ്റൻ്റെ സക്ഷൻ സ്ട്രോക്ക് വരുന്ന സമയത്ത് ഈ ഡിസ്ചാർജ് പൈപ്പിനകത്ത് വാക്വമായിരിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന എയറിൻ്റെ പ്രഷർ മൂലം ഈ ഒരു എയർ വെസലിനകത്തുള്ള ലിക്വിഡ് നേരെ ഡെലിവറി പൈപ്പിനകത്തേക്ക് വരികയും ഡെലിവറി പൈപ്പ് വഴി നമുക്ക് ഡിസ്ചാർജ് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. സോ നമുക്ക് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലക്ച്വേഷൻ ഇല്ലാത്ത ഒരു ഔട്ട്പുട്ട് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു എയർ വെസലിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഒരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിംഗിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, ഡബിൾ ആക്ടിംഗ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, സിമിലർലി എയർ വെസൽസ്. ഇത്രയുമാണ് ഇന്നത്തെ ടോപ്പിക്. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് കാണാം. താങ്ക് യു.